തൃശ്ശൂർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. ഒന്ന് നമ്മളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മൾ മേടിച്ചിട്ട് ഒരു 1.5 കൊല്ലത്തോളമായി. അപ്പോൾ നമ്മുടെ വണ്ടി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്സ് വാഗൻ പോളോയാണ്. പോളോ 1.2 ട്രേഡ് ലൈനാണ് വണ്ടി. അപ്പോൾ നമുക്ക് ചെറിയ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതവേ എല്ലാവരും പോളോ എടുക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് കുറേ നെഗറ്റീവ് കമൻസുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോളോ എന്ന് പറഞ്ഞ വണ്ടി ഒരു സ്വപ്നവാഹനം തന്നെയായിരുന്നു. അപ്പോൾ അതെടുക്കാന്ന് പറഞ്ഞൊരു വലിയൊരു ഡ്രീമായിരുന്നു നമ്മുടെ. അപ്പോൾ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിരുന്നില്ല. വണ്ടി മഴയത്താണ് കിടന്നിരുന്നത്. അപ്പോൾ ABS സെൻസർ നമുക്ക് മുന്നേ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കാട്ടിയിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു. അപ്പോൾ മെക്കാനിക്കായ നമ്മുടെ മരത്താക്കലിലെ രാജേഷ് ചേട്ടനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിഷയം ആക്കണ്ട, കുഴപ്പമുണ്ടാവില്ല, എന്ത് കാരണം കൊണ്ടാണ് ഇത് വരണതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഈർപ്പം തട്ടിയിട്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ വീലിനോടനുബന്ധിച്ച് ഈ സെൻസർ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് വെള്ളം ഈർപ്പം തട്ടി അത് ഷോർട്ട് ആകുമ്പോഴാണ് ഈ സംഭവം വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. അപ്പൊ ഇത് മാറ്റിയില്ലെങ്കിൽ നമുക്കിത് എന്താണ് നമുക്കിതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇത് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലൈറ്റ് തെളിഞ്ഞുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വീൽ സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ലൈറ്റ് കത്തിയാലും ബ്രേക്കിനെ ബാധിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് തിരക്കുള്ള റോഡുകളിലും അതുപോലെ തന്നെ കുഴിയുള്ള സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടാതായിട്ടുള്ള വരും. മൂന്നാമത്തെ വാർണിംഗ് ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഗിയർ ഷിഫ്റ്റിനെ ബാധിക്കാം, സ്റ്റിയറിങ് ചെറിയ രീതിയിൽ ടൈറ്റ് ആവും, അത്തരത്തിലുള്ള കംപ്ലൈന്റുകളാണ് പറഞ്ഞത്. നാലാമത്തെ കൂടിയും ലൈറ്റ് വാർണിംഗ് സെൻസറും കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ തുടർച്ചയായിട്ട് ആ വണ്ടിക്ക് സ്റ്റിയറിങ് ഒരു തരത്തിലും തിരിയില്ല, ബ്രേക്കിന്റെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ആള് പറഞ്ഞത്. അപ്പോൾ ഈ വോക്സ് വാഗൻ എന്ന കമ്പനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു എന്താ പറയാ ഒരു മണ്ടത്തരം ആ വണ്ടിയിൽ ചെയ്തു വെച്ചെന്നുള്ളത്, അവരെ കമ്പനി സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ആ വണ്ടീനെ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അത് ഒരുപാട് എന്താ പറയാ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസർ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറ്റുമ്പോൾ 2 മാറ്റേണ്ടി വരാം, ചിലപ്പോൾ ഒരു 3-4 സെറ്റായിട്ട് മാറ്റേണ്ടി വരാം. അപ്പോൾ ഒരു സെൻസറിന് ഒരു 5000 താഴെ രൂപയാണ് ഒരു സെൻസറിന് വരുന്നത്. അപ്പോൾ എന്നെ പോലുള്ള സാധാരണക്കാർ ഇത്തരത്തിലുള്ളൊരു വണ്ടി മേടിക്കുമ്പോൾ അതിന് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പോളോ ഉള്ള ആൾക്കാരുകൾ പരമാവധി ആ വണ്ടി മഴയത്ത് നിർത്തി ഒരാഴ്ചയേക്കാളും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം അതുകൊണ്ട് ആരും ആ വണ്ടി മഴയത്ത് ഇടാതിരിക്കുക. അതുപോലെ തന്നെ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ആ വീലുകൾ ചൂടായ ഒരു ദിവസമെങ്കിലും വണ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ വണ്ടികളെ വീല് ചൂടാവണം. അപ്പോൾ നിങ്ങൾ പരമാവധി വണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാരുകൾ ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക.